തേർഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ സിലബസിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല. കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് തന്നെ നോക്കിയാലാണ് നമുക്ക് ആ പല സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മറ്റ് ചാപ്റ്ററുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ വായിച്ച് അത് മനസ്സിലാക്കി ഓരോ സിറ്റുവേഷനും മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഭൂരിഭാഗം ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞു, ഇനിയൊരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് തന്നെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസാണ്. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ സബ് ഡിവിഷനും വ്യത്യസ്തമായ സിറ്റുവേഷൻസാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിൽ വെലോസിറ്റി വി തന്നിട്ടുണ്ട്. എ ഇസ് ദ ആക്സിലറേഷൻ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫിസിക്കൽ സിറ്റുവേഷൻ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്. ഒരു 4 കേസുകൾ തന്നിട്ടുണ്ട് ഇവർ. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം ഈ ഓരോ കേസ്. അതിൽ ആദ്യത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് വി നോട്ട് ഈക്വൽ ടു 0, എ ഈക്വൽ ടു 0. വി 0 അല്ല, പക്ഷെ എ 0 ആണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. അങ്ങനെ ഇത് രണ്ടും ആവുന്ന ഒരു സന്ദർഭം നിങ്ങളോട് പറയാനാണ് പറയുന്നത്. വി 0 അല്ല, പക്ഷേ എ ആക്സലറേഷൻ 0 ആണ്. അപ്പോൾ ആലോചിക്കുക, എപ്പോഴാണ് ആക്സലറേഷൻ 0 ആകുന്നത്? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. അതായത് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല എങ്കിൽ അവിടെ ആക്സലറേഷൻ ഇല്ല. അതായത് വെലോസിറ്റി യൂണിഫോം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ ആക്സലറേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആക്സലറേഷൻ 0യും വെലോസിറ്റി 0 അല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എ ബോഡി അല്ലെങ്കിൽ എ ബോൾ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി 0 അല്ല, എത്രയെങ്കിലും വെലോസിറ്റി അതിനുണ്ടാവും. 2 മീറ്റർ പെർ സെക്കൻഡിനോ 3 മീറ്റർ പെർ സെക്കൻഡിനോ എത്ര എങ്കിലും വെലോസിറ്റി ഉണ്ടാവും. അത് ത്രൂ ഔട്ട് ദ മോഷൻ അത് അത്രയും തന്നെയായിരിക്കും, 3 തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ആക്സിലറേഷൻ ഇല്ല അതിന്, കാരണം അത് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എയുടെ ആൻസർ. ഇനി ബി എന്ന് പറഞ്ഞാൽ വി 0 ആണ്, പക്ഷെ ആക്സലറേഷൻ 0 അല്ല. അത് ഇന്നലെ ഞാനൊരു സാഹചര്യം പറഞ്ഞിരുന്നു, അതുപോലെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിയുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, കല്ല് മുകളിലേക്ക് എറിയുക എന്ന് പറയുന്ന സിറ്റുവേഷൻ. അതിൽ കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. സ്റ്റാർട്ടിങ്ങിൽ എത്രയെങ്കിലും വെലോസിറ്റി ഉണ്ടായിരിക്കും, അത് കുറഞ്ഞ് വന്നിട്ടാണ് ഏറ്റവും ടോപ്പിൽ 0 ആകുന്നത്. പക്ഷേ അവിടെ അതിന് ആക്സലറേഷൻ ഉണ്ട്. വെലോസിറ്റി 0 ആയാലും അതിനവിടെ ആക്സലറേഷൻ ഉണ്ട്. കാരണം അതിന് തൊട്ട് മുൻപത്തെ ആക്സലറേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായാൽ മതി. അതായത് തൊട്ട് മുൻപ് വെലോസിറ്റി 0 അല്ല, അതുകൊണ്ട് തന്നെ അതിന് വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് വന്നു. വെലോസിറ്റി 0 ആയി മാറുകയാണ് ചെയ്തത്, പക്ഷേ വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് വന്നു. അപ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ടായിരിക്കും. അതായത് ആക്സലറേഷൻ 0 അല്ല. വെലോസിറ്റി 0യും ആക്സലറേഷൻ 0 അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിന് ഉദാഹരണമാണ് ബോൾ ത്രോൺ ടു ദ ഹയസ്റ്റ് പോയിന്റ്. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയണം, ടോപ്പിലാണ് ഈ സിറ്റുവേഷൻ ബാധകമാകുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വി ഗ്രേറ്റർ ദാൻ 0, എ ലെസ് ദാൻ 0. എ 0യിൽ താഴെയാവുകയും വി 0യിൽ കൂടുതലാവുകയും ചെയ്യുന്ന സന്ദർഭം. ഇതേപോലെ കല്ല് മുകളിലേക്ക് എറിയുന്ന സന്ദർഭം തന്നെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, മുകളിലേക്ക് കല്ലെറിയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരും, ടോപ്പിൽ അത് 0 ആവും.
അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിലും അത് സീറോയിനേലും കൂടുതലാണ്. അതുകൊണ്ടല്ലേ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ സീറോ ആവുന്നത്. അപ്പോൾ കല്ല് മുകളിലേക്ക് എറിയുന്ന അവസ്ഥയിൽ, ടോപ്പിലത്തെ കാര്യമല്ല പറയുന്നത്, മുകളിലേക്ക് എറിയുന്ന അവസ്ഥ, ആ സമയത്ത് അതിൻ്റെ വെലോസിറ്റി സീറോയിലും കൂടുതലാണ്. അതുകൊണ്ടാണ് അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഏറ്റവും അവസാനം സീറോയിലെത്തുന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, മുകളിലേക്ക് കല്ലെറിയുന്ന സന്ദർഭം. ഇനി അതിൻ്റെ ആക്സിലറേഷനെ കുറിച്ച് ചിന്തിക്കുക. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ കല്ലിൻ്റെ കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? ഭൂമി എപ്പോഴും അതിൻ്റെ സെൻറ്ററിലേക്കാണ് വസ്തുക്കളെ പിടിച്ച് ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴോട്ടാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും ആക്ട് ചെയ്യുക. അപ്പോൾ താഴത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ പ്ലസ് എന്നും, അതായത് ഭൂമി പിടിച്ച് വലിക്കണ അതേ ഡയറക്ഷനിൽ തന്നെ കല്ല് വീഴുകയാണെങ്കിൽ ആ കല്ലിനുണ്ടാവുന്ന ആക്സിലറേഷനെ നമ്മൾ പ്ലസ് ആയിട്ടും, ഭൂമിയുടെ അട്രാക്ഷന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കല്ല് പോകുന്നതെങ്കിൽ, അതായത് കല്ല് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ കല്ല് ഭൂമിയുടെ അട്രാക്ഷന് ഓപ്പോസിറ്റാണ് പോകുന്നത്, അപ്പോൾ അതിനെ നെഗറ്റീവായിട്ട് കൊടുക്കും. അതിനെ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് അതിന് നെഗറ്റീവ് കൊടുക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ കണ്ടീഷനായ എ ലെസ് ദാൻ സീറോയും അവിടെ സാറ്റിസ്ഫൈ ചെയ്യാണ്. അതായത് കല്ല് മുകളിലേക്ക് എറിയുന്ന അവസ്ഥയിൽ വെലോസിറ്റി സീറോയിലും കൂടുതലാണ്, പക്ഷേ എന്ത് ബോഡിനെയും മുകളിലേക്ക് എറിയുമ്പോൾ ആക്സിലറേഷൻ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുക. കാരണം ഭൂമിയുടെ അട്രാക്ഷനെ അത് എതിർക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഡി ക്വസ്റ്റ്യൻ സിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഡി. അതായത് വി സീറോയിനേലും കുറവാണ്, പക്ഷേ എ സീറോയിനേലും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ള സന്ദർഭം, സീറോയിലും കുറഞ്ഞ വി, അതായത് നെഗറ്റീവാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈറ്റിൽ നിന്നിട്ട് കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, പക്ഷെ പോസിറ്റീവാണ്. പക്ഷെ താഴത്തോട്ട് പോകുമ്പോൾ വെലോസിറ്റി നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. അതാണ് വി ലെസ് ദാൻ സീറോ എന്ന് പറയുന്ന സന്ദർഭം. അത് ബോൾ മൂവിങ് ഡൗൺ ഫ്രം എ ഹൈറ്റ്. അവിടെ എ ഗ്രേറ്റർ ദാൻ സീറോ തന്നെയാണ്. കാരണം താഴത്തോട്ട് ഏത് വസ്തു മൂവ് ചെയ്യുമ്പോഴും അത് ഭൂമിയുടെ അട്രാക്ഷനോട് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്സലറേഷൻ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുക. എപ്പോഴും മുകളിലേക്ക് എറിയുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവായിട്ടും താഴത്തോട്ട് എറിയുമ്പോൾ ആക്സലറേഷൻ പോസിറ്റീവായിട്ടുമാണ് എടുക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യനും അവിടെ സാറ്റിസ്ഫൈ ആയി. ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 വായിച്ച് നോക്കുക. ദ ഫിഗർ ഷോസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് ബോഡിയുടെ മൂവ്മെൻറ്റ് കാണിക്കുന്ന ടൈം 5, 15, 20 സെക്കൻഡുകളിലാണ്. ഓരോ സമയവും അതിൻ്റെ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. അതിലാദ്യത്തെ ക്വസ്റ്റ്യൻ ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് കാണണം. പിന്നെ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാഫിൽ നിന്ന് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 20 സെക്കൻഡ്സ്. 20 സെക്കൻഡിൽ അതിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി? ഇത് രണ്ടുമാണ് ചോദ്യം. ബി ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല, കാരണം നമ്മൾ അത് എടുത്തു കഴിഞ്ഞിട്ടില്ല ആ പോർഷൻ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നോക്കണ്ട, 1ഉം 2ഉം മാത്രം നോക്കിയാൽ മതി. അതിൽ 1 എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഓരോ പൊസിഷനിലും വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഈ ചെയ്യുന്നത്. ആദ്യം 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി, ഇതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണിത്. 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. 0 മുതൽ 5 വരെ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്? 10. അപ്പോൾ 10 മൈനസ് 0 എന്ന് എഴുതാൻ കാരണം അതിൻ്റെ തുടക്കത്തെ പൊസിഷൻ 0 ആണല്ലോ, അവസാനം 10ഉം. അപ്പോൾ 10 മൈനസ് 0 ബൈ 5 മൈനസ് 0 എന്ന് എഴുതാൻ കാരണം ടൈം ഇൻ്റർവെലാണ് 5. അതായത് 10/5 എന്ന് എഴുതിയാലും മതി. അതായത് 2 മീറ്റർ പെർ സെക്കൻഡാണ് ആ 5 സെക്കൻഡിൽ ഉണ്ടായ വെലോസിറ്റി.
ഇനി അടുത്ത ടൈം ഇൻ്റർവെൽ നോക്കുക 5 മുതൽ 15 വരെ. അപ്പോൾ എന്ത് വേണം? 5 മുതൽ 15 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം 5 മുതൽ 15 വരെയുള്ള സെക്കൻഡിൽ ആ ബോഡിയുടെ പൊസിഷൻ അവിടെ തന്നെയാണ് നിൽക്കണേ, അതായത് 10 മീറ്ററിൽ തന്നെയാണ് നിൽക്കണേ. അപ്പോൾ അതിന് വെലോസിറ്റി ഉണ്ടായിരിക്കുമോ? വെലോസിറ്റി 0 ആയിരിക്കും. അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി 0 എന്ന് ഡയറക്റ്റ്ലി എഴുതിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ പ്രകാരം 10 - 10/15 - 5 എന്ന് എഴുതി 0 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ സാഹചര്യം, മൂന്നാമത്തത് ഏതാ? 15 മുതൽ 20 വരെയുള്ള ടൈമാണ്. അവിടെ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വന്നത്? 10 മീറ്ററിലാണ് നിന്നിരുന്ന ബോഡി 0യിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് കാണാം? മൂന്നാമത്തേൽ ആദ്യത്തേൽ 10 - 0 ആയിരുന്നെങ്കിൽ ഇത് 0 - 10. കാരണം അവസാനത്തെ പൊസിഷൻ 0 ആണ്, അവസാനത്തത് മൈനസ് ആദ്യത്തതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ 0 - 10 എന്ന് എഴുതണം. ടൈം ഇൻ്റർവെൽ 20 - 15. അപ്പോൾ എന്താ വ്യത്യാസം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്ന ആൻസർ കിട്ടും. പക്ഷെ മോളിൽ 0 - 10 ആയതുകൊണ്ട് -10 വരിക. അപ്പോൾ -2 m/s എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞ ഓരോ സാഹചര്യത്തിലും വെലോസിറ്റി ആദ്യം 2, പിന്നെ 0, പിന്നെ -2. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിനി വെലോസിറ്റി ടൈം ഗ്രാഫ് അവർ പറഞ്ഞ പോലെ വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ആക്സിസിൽ v എന്ന് കൊടുക്കുക. ഇവർ v എന്ന് എഴുതിയിട്ടില്ല ഈ ഗ്രാഫിൽ, പക്ഷേ v എന്ന് എഴുതണം. അവരതിൻ്റെ യൂണിറ്റ് m/s എന്ന് കൊടുത്തിട്ടുണ്ട്. x ആക്സിസിൽ ടൈം എന്ന് കൊടുക്കുക. അപ്പോൾ v/t ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ വെലോസിറ്റികൾ എത്രയൊക്കെയായിരുന്നു കിട്ടിയത്? 2ഉം 0യും -2ഉം. ഈ 2വിൻ്റെയും 0ൻ്റെയും -2വിൻ്റെ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. 5 സെക്കൻഡ് വരെയും 2 ആണ്. അപ്പോൾ 2വിൻ്റെ നേരെ 5 എത്തണ വരെ ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് 5 മുതൽ 10 വരെ എങ്ങനെയാണ്? 0 ആണ് വെലോസിറ്റി. അതുകൊണ്ട് തന്നെ 5 മുതൽ 10 വരെ അല്ല 5 മുതൽ 10 വരെയല്ല, 5 മുതൽ 15 വരെ. 5 മുതൽ 15 വരെയും 0 ആണ്. അതുകൊണ്ട് 5 മുതൽ 15 വരെയും നമ്മൾ ഒരു ഗ്രാഫും വരയ്ക്കുന്നില്ല, അതായത് വെലോസിറ്റി 0 ആണ്. അപ്പോൾ നമ്മൾ അതിന് ഗ്രാഫ് വരയ്ക്കുന്നില്ല. ഇനി 15 മുതൽ 20 വരെ എത്രയാണ്? -2ലാണ് ഗ്രാഫ്. അപ്പോൾ -2ൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. അങ്ങനെയാണ് ഈ ഗ്രാഫ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് തരുന്നത്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, നമ്മൾ ഗ്രാഫുകൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു XT ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, പാരലൽ ലൈൻ അല്ല, ഈ 0 മുതൽ 5 വരെ കാണുന്ന പോലത്തെ സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് പാരലൽ ലൈൻ ആയിരിക്കും. ഇനി XT ഗ്രാഫിൽ പാരലൽ ലൈൻ വന്നാൽ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവില്ല. നമ്മൾ ഗ്രാഫുകൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അതേ കൺസെപ്റ്റ് വെച്ചിട്ടും നമുക്ക് ഈ പ്രോബ്ലത്തിനെ വരച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. 0 മുതൽ 5 വരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നത് പാരലൽ ലൈനായി. 5 മുതൽ 15 വരെ പാരലൽ ലൈൻ ആയിരുന്നത് കൊണ്ട് അത് ഒന്നും വരച്ചില്ല. 15 മുതൽ 20 വരെ സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരുന്നു, അതിന് നെഗറ്റീവിലാണ് പാരലൽ ലൈൻ വരച്ചിട്ടുള്ളത്. ഇനി B ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ തൽക്കാലം പറയുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ ക്വസ്റ്റ്യൻ നമ്പർ 3ൽ പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് എ വെക്റ്റർ ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് എ സ്കാലർ. അത് നമ്മൾ വെക്ടറിൻ്റെയും സ്കാലറിൻ്റെയും ഡെഫിനിഷനാണത്. ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാറ്റഗറൈസ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ടു സ്കാലർ ആൻഡ് വെക്ടർ. വെക്ടർ സ്കാലറായിട്ട് ഈ 4 എണ്ണം തന്നതിനെ തിരിക്കണം. ഫോഴ്സ്, ആംഗുലാർ മൊമെൻറ്റം നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെട്ടിട്ടില്ല, നമ്മളൊരു 7ാമത്തെ ചാപ്റ്ററിൽ അത് പരിചയപ്പെടേ ഉള്ളൂ. പിന്നെ ടൈം, വർക്ക്. ഇതിൽ ടൈം സ്കാലറാണെന്ന് നമുക്കറിയാം, അതിന് ദിശയൊന്നും പറയാൻ പറ്റില്ല. ഫോഴ്സിന് എപ്പോഴും ദിശയുണ്ട്, അപ്പോൾ അത് വെക്ടറാണ്. പിന്നെ ആംഗുലാർ മൊമെൻറ്റം ഇപ്പോൾ പരിചയമില്ല, അത് നിങ്ങൾ വെക്ടറാണെന്ന് ബൈ ഹാർട്ട് ചെയ്തേക്കുക. പിന്നെ വർക്ക് എന്ന് പറയുന്നത് അത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എങ്കിലും വർക്ക് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4.
Acceleration is the time rate of change of velocity. Give an example of a body possessing zero velocity and still accelerating. അതായത് ആക്സലറേഷൻ്റെ ഡെഫിനിഷനാണ് ആദ്യം പറഞ്ഞത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന്. ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വെലോസിറ്റി സീറോ പക്ഷേ സ്റ്റിൽ ആക്സലറേറ്റിംഗ്, പക്ഷേ ആക്സലറേഷൻ ഉണ്ട്. നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലും ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്ത സിറ്റുവേഷൻ തന്നെയാണത്. അതായത് കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഏറ്റവും ടോപ്പിൽ വെലോസിറ്റി സീറോ ആണ്, പക്ഷേ ടോപ്പിൽ അതിന് ആക്സലറേഷൻ ഉണ്ട്. അതാണ് നമ്മളെപ്പോഴും പറയുന്ന ഒരു സിറ്റുവേഷൻ. വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. നമ്മൾ സിമ്പിൾ പെൻഡുലം കണ്ടിട്ടുണ്ടാവും. ഈ സിമ്പിൾ പെൻഡുലം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആട്ടി വിടും. അപ്പോൾ രണ്ട് എക്സ്ട്രീം പൊസിഷനുകളിൽ വെലോസിറ്റി സീറോ ആണ്, പക്ഷേ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഈ കല്ല് മുകളിലേക്ക് എറിയുന്ന അതേ സന്ദർഭം പോലെ തന്നെയാണ് അതും. Question number 5. Graph representing the motion of two bodies are shown below. State with reason whether it can represent one-dimensional motion. നമ്മൾ ഇത് നമ്മുടെ മീറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസ് മാത്രം ചേഞ്ച് ചെയ്യുക, അതാണ് വൺ ഡയമെൻഷണൽ മോഷൻ. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യണതൊക്കെ അതിന് എക്സാമ്പിളാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. ഇതിൽ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യത്തെ ചിത്രത്തിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കുക. ടൈം ആക്സിസ്, അതിൽ ഒരു ടൈമിൽ നമ്മൾ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ ആ ടൈമിൻ്റെ വെലോസിറ്റി മുകളിലും താഴെയും രണ്ട് വാല്യൂ വെലോസിറ്റിക്ക് വരാം. അപ്പോൾ ഒരിക്കലും ഒരു ടൈമിൽ രണ്ട് വെലോസിറ്റി സാധിക്കില്ല. ഒരു ടൈമിൽ ഒരു ഒരു വെലോസിറ്റി മാത്രമേ ഒരു ബോഡിക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ടൈം എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ ടൈമിനോട് ബന്ധപ്പെട്ടിട്ട് മുകളിലും താഴെയും കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊരിക്കലും സാധിക്കില്ല. അപ്പോൾ ഇത് വൺ ഡയമെൻഷൻ മോഷൻ അല്ല, ഇതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സെക്കൻഡ് ചിത്രം നോക്കി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പാത്ത് ലെങ്ത് ആണ് വൈ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. പാത്ത് ലെങ്ത് ടൈം അനുസരിച്ച് ആദ്യം കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെയും കൂടി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാത്ത് ലെങ്ത് അഥവാ ഡിസ്റ്റൻസ് ഒരിക്കലും കുറയില്ല. നമ്മൾ എത്ര യാത്ര ചെയ്ത് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ എത്തിയാലും നമ്മൾ കവർ ചെയ്ത ഡിസ്റ്റൻസുകൾ കൂടി പോയിക്കൊണ്ടിരിക്കുള്ളൂ. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ശരിയാ, അത് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പോയി കുറേ ദൂരം യാത്ര ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയിരിക്കും. വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയാം ഒക്കെ ചെയ്യാം, പക്ഷെ പാത്ത് ലെങ്ത് ഒരിക്കലും കുറയില്ല. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളും പോസിബിൾ ആയിട്ടുള്ള സന്ദർഭങ്ങളല്ല. ക്വസ്റ്റ്യൻ നമ്പർ 6. ഈ 6ൽ ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആസ് ഷോൺ ബിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിയാലും അറിയാം, വൈ ആക്സിസിൽ എ ആണ്, എക്സ് ആക്സിസിൽ ടി ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്നാണ് ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം? അപ്പോൾ അതിൻ്റെ ആൻസർ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക. എയുടെ ആൻസർ, ദ ഏരിയ ഓഫ് ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അതെങ്ങനെയാണ് അങ്ങനെ കിട്ടിയത്? നമ്മൾ അതിൻ്റെ പ്രൂഫൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് ഉള്ളതിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏരിയ ഓഫ് വെലോസിറ്റി ടൈമിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നു. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഏരിയ എടുത്തപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ടൈമിൻ്റെ ഏരിയ കാണുമ്പോൾ എന്തായിരിക്കും കിട്ടേണ്ടത്? അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റെപ്പായ വെലോസിറ്റി കിട്ടണം, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടണം. അത് നമ്മൾ ഗ്രാഫ് വരച്ചിട്ടായാലും നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് അതിൻ്റെ ഏരിയ കണ്ടപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി പ്രൂവ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഏരിയ കാണുമ്പോൾ ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്ന് വരും. അപ്പോൾ അത് ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. കാരണം ആക്സലറേഷൻ്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. അതുകൊണ്ട് അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതേപോലെ കണ്ടുപിടിച്ചാൽ ഇത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് കിട്ടും.
അപ്പോൾ അത് അതിൻ്റെ ഒരു യൂസാണ്. രണ്ടാമത്തെ യൂസ് പറഞ്ഞിരുന്നത് ഏത് ഗ്രാഫ് വരച്ചാലും ഓരോരോ പ്രത്യേക സമയത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഓരോ പ്രത്യേക സമയത്തെയും വെലോസിറ്റികൾ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് അറിയാൻ പറ്റും. അതുപോലെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഓരോ പ്രത്യേക ടൈമിലത്തെയും ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ആ പ്രത്യേക ടൈമിലത്തെ ആക്സലറേഷനെ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ. ആ പ്രത്യേക ടൈമിലത്തെ വെലോസിറ്റീനെ പറയുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ രണ്ടാമത്തെ യൂസാണ് AT ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. മൂന്നാമത്തെ യൂസാണ് AT ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ. നമ്മൾ VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സലറേഷനാണ് അതിൻ്റെ സ്ലോപ്പായിട്ട് കിട്ടിയത്. അതുപോലെ AT ഗ്രാഫിൻ്റെ സ്ലോപ്പ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സലറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് ജെർക്ക്, അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അത് സിലബസിലില്ല, എങ്കിലും അതിൻ്റെ യൂസിൽ നമുക്കത് പറയാവുന്നതാണ് എന്ന് മാത്രം. ഇനി അതിൻ്റെ B ക്വസ്റ്റ്യൻ, ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദ എബവ് ഗ്രാഫ്. ഈ ഗ്രാഫ് വച്ചിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ തൊട്ട് മുൻപിൽ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തന്നിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിരുന്നു. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ആക്സലറേഷനും ടൈമുമാണ് തന്നിട്ടുള്ളത്, അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ആക്സലറേഷൻ തന്നാൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കുക. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. അതായത് 0 മുതൽ 3 വരെയുള്ള സെക്കൻഡിൽ ആക്സലറേഷൻ 4 ആണ്, 4ൽ കണ്ടിന്യൂ ചെയ്യാണ്. 3 മുതൽ 6 വരെയുള്ള സെക്കൻഡിൽ -4 ആണ് ആക്സലറേഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കണമെന്ന് നോക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചെയ്താൽ മതി. അതായത് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്സലറേഷൻ ഇൻറ്റു ടൈമാണ്. അപ്പോൾ 3 സെക്കൻഡിൽ 4 ആണ് ആക്സലറേഷൻ. അപ്പോൾ 3 × 4 12 ആയിരിക്കും വെലോസിറ്റി. അതുപോലെ -4 സമയത്ത് -12 ആയിരിക്കും അവിടുത്തെ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ VT എന്ന് മാർക്ക് ചെയ്യുക. 12 ആണ് ആദ്യത്തെ 3 സെക്കൻഡിൽ കിട്ടിയത്. അപ്പോൾ 3 സെക്കൻഡ് വരെയും 12ലേക്ക്, 0 നിന്ന് 12ലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. 3 മുതൽ 6 വരെയുള്ള സെക്കൻഡിൽ -12 കിട്ടിയത്. അപ്പോൾ -12 നിന്ന് 6ലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി അതിൽ C ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഗിവൺ ടൈം ഇൻ്റർവെൽ 0 to 3. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഏത് ടൈമിലത്തെ? 0 മുതൽ 3 വരെയുള്ള സെക്കൻഡിലത്തെ. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 0 മുതൽ 3 വരെയുള്ള വെലോസിറ്റി ടൈം ഗ്രാഫിൽ 0 മുതൽ 3 വരെയുള്ള അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നിൽക്കണം, 0 മുതൽ 3 വരെ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ OAB, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ½ BH എന്നാണ് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ പറയാറ്. അപ്പോൾ ½ B എന്ന് പറഞ്ഞാൽ 3, H എന്ന് പറഞ്ഞാൽ 12, ഹൈറ്റും അതിൻ്റെ ബേസും, അതായത് 3 × 12 × ½ എന്ന് പറഞ്ഞാൽ 18 മീറ്റർ ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7. സ്റ്റേറ്റ് ഇൻ ദ ഫോളോയിങ് കേസസ് വെദർ ദ മോഷൻ ഈസ് 1, 2 or 3 dimensions. 1 dimension ആണോ, 3 dimension ആണോ, 2 dimension ആണോ ഈ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ എന്ന് പറയണം. അതിൽ ആദ്യത്തെ, എ ബട്ടർഫ്ലൈ ഫ്ലൈയിങ് അറൗണ്ട് എ ഫ്ലവർ. ഒരു പൂവിന് ചുറ്റും ഒരു പൂമ്പാറ്റ കിടന്ന് കറങ്ങുമ്പോൾ അത് ഒരു പ്രതലത്തിലൊന്നല്ല കറങ്ങുക, പല ദിശകളിലേക്ക് പോകും. അപ്പോൾ അത് 3 ഡയമെൻഷനലാണ്. ആദ്യത്തെ ആൻസർ 3 ഡയമെൻഷൻ. രണ്ടാമത്തത്, എ ബസ് മൂവിങ് എലോങ് എ ലോങ് ആൻഡ് സ്ട്രെയിറ്റ് റോഡ്. സ്ട്രെയിറ്റ് എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ നമുക്ക് പറയാം അത് 1 ഡയമെൻഷനൽ. ഇനി അതിലത്തെ B ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല ഈ ചാപ്റ്ററിലെ. B നമുക്ക് നോക്കണ്ട. C നേരത്തെ ഡിസ്കസ് ചെയ്ത് അതേപോലത്തെ ഒരു സന്ദർഭമാണ്. 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് 1 ഡയമെൻഷനൽ മോഷനെ റെപ്രസെൻ്റ് ചെയ്യൂ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നേരത്തെ അതേ ഗ്രാഫ് തന്നെയാണ് B കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഏകദേശം Aയും. അതായത് 2 ഗ്രാഫിലും ഒരു ടൈമിൽ 2 പൊസിഷൻ കാണാം. അത് ഒരിക്കലും സാധിക്കില്ല. ഒരു ടൈമിൽ ഒരു ബോഡിക്ക് ഒരു സ്ഥലത്തേ ഇരിക്കാൻ പറ്റുള്ളൂ, 2 പൊസിഷൻ കാണാനായിട്ട് സാധിക്കില്ല.
Question number 8. Figure given below shows the motion of a school bus starting from the point 0 and travels along a straight line. ഒരു സ്കൂൾ ബസ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. 0 സെക്കൻഡിൽ 0 മീറ്റർ തുടങ്ങണു, 2-ൽ 10 മീറ്റർ, 4-ൽ 20, 6-ൽ 30, 8-ൽ 40, 10-ൽ 50. അതായത് ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും 10 മീറ്റർ വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഇത് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടൈം 2 സെക്കൻഡ് തന്നാണ്. അവിടെ വച്ചാണ് ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്ററാണ്. വെലോസിറ്റി ആണ് ഡാഷ് ഇട്ടിരിക്കണേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തന്നാൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്താൽ മതി. അതായത് 10 - 2, അതായത് ആൻസർ 5. വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡാണ്. എയുടെ ആൻസർ 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അതിൽ തന്നെ ഒരു ഡാഷും കൂടെ വന്നത് ടൈം 10 സെക്കൻഡ് തന്നു, വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. അപ്പോൾ എന്താ കാണേണ്ടത്? വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 5 × 10 അതായത് 50 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് മീറ്റർ എന്നാണ് യൂണിറ്റ് എഴുതേണ്ടത്. അതുപോലെ ബി ക്വസ്റ്റ്യൻ, ഈസ് ദ മോഷൻ ഓഫ് ദ ബസ് യൂണിഫോം ഓർ നോൺ യൂണിഫോം? നമ്മൾ ആദ്യത്തെ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി 2 സെക്കൻഡ് കൂടുമ്പോൾ 10 മീറ്റർ വെച്ചിട്ടാണ് മൂവ് ചെയ്യണത്. അപ്പോൾ അത് യൂണിഫോം ആണെന്ന് നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞു. ഇനി അല്ലെങ്കിൽ നമ്മൾക്ക് യൂണിഫോം മോഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ വൈ എന്ന് ചോദിക്കുക. ഇവർ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറിൽ യൂണിഫോം മോഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. അതായത് ദ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇനി സി, ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദ എബവ് മോഷൻ. അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ആ നേരത്തെ തന്ന ആ ഡാറ്റയിൽ ടൈമും പൊസിഷനാണ് കൊടുത്തത്. 0-ൽ 0, 2-ൽ 10, 4-ൽ 20, അങ്ങനെ പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാം യൂണിഫോം ആയിട്ടാണല്ലോ മൂവ് ചെയ്യണേ. അപ്പോൾ ഓരോ പോയിൻറ്റും പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഇനി ഡി ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ്റ് ഇൻ ദ ബസ് notices the speedometer of the bus. Which type of speed is shown by the speedometer? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാറിൻ്റെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന സ്പീഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്, അല്ലാണ്ട് ആവറേജ് അല്ല. അറ്റേൻ ഇൻസ്റ്റൻറ്റിലത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഷോൺ. ആക്സലറേഷൻ ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അതിലെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് കാണണം. നമ്മൾ ഗ്രാഫുകൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു ആക്സലറേഷൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് എന്താണ്? വെലോസിറ്റിയാണ്. അപ്പോൾ ആക്സലറേഷനിൽ ഏതിൽ പാരലൽ ലൈൻ വന്നാലും അതിന് തൊട്ട് മുൻപത്തത് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇത് ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിന് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ബി, വാട്ട് ഡസ് ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പ്രൂവും ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സി ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എടുത്തിട്ടില്ല. Question number 10. Acceleration is defined as the rate of change of velocity. A question, is it possible for a body to have acceleration without velocity? Explain. നമ്മൾ ഈ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. V = 0 ബട്ട് A ≠ 0. അതായത് കല്ല് മുകളിലേക്ക് എറിയുന്ന സന്ദർഭം. ഏറ്റവും ടോപ്പ് എന്ന് പറയണം. അറ്റ് ദ ടോപ്പ് V = 0 ബട്ട് A ≠ 0. B question, draw the velocity time graph of a body moving with the uniform acceleration A and initial velocity V0. യൂണിഫോം ആക്സലറേഷൻ യൂണിഫോം ആയിട്ടുള്ള ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അത് നമ്മൾ ഗ്രാഫുകൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിൻ്റെ സ്റ്റാർട്ടിങ് V0 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ V0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലാണ്ട് 0 എന്ന് സ്റ്റാർട്ട് ചെയ്തില്ല. ഇതിൽ സി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11.
വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അതിൻ്റെ ആൻസർ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് ആൻ ഇൻസ്റ്റൻ്റ് ആണ്. അതായത് ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിയിൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആകുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഡി എക്സ് ബൈ ഡി ടി എന്നാണ്. ബി ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ ആവറേജ് വെലോസിറ്റി ബിക്കം ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അതാണ് ഇപ്പോൾ തന്നെ പറഞ്ഞ ടൈം ഇൻ്റർവൽ ടെൻസ് ടു 0. C, a car travels from A to B at 60 km per hour and returns to A at 90 km per hour. What is the average velocity and average speed? ഒരു കാറ് 60 km per hour വേഗതയിൽ ബിയിലും തിരിച്ച് എയിൽ തന്നെ 90 km per hour വേഗതയിലാണ് എത്തുന്നത്. അതിൻ്റെ ആവറേജ് വെലോസിറ്റി ആവറേജ് സ്പീഡുമാണ് കാണേണ്ടത്. അതിൽ ആവറേജ് വെലോസിറ്റി കാണുന്നതിനുള്ള ഇക്വേഷൻ ഈ സി ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ആവറേജ് വെലോസിറ്റി കാണാനായിട്ടൊരു ഫോർമുല ഉണ്ട്. അത് നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ വേണം, നമ്മൾ എഴുതി തന്നിട്ടില്ല. വി ആവറേജ് ഇസ് ഈക്വൽ ടു 2v1v2 ബൈ v1 പ്ലസ് v2. അതിൽ ഇവർ തന്നണ സ്പീഡ് നേരിട്ട് അങ്ങ് കൊടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ആവറേജ് സ്പീഡ് കാണുന്നത് വേറെ വിധത്തിലാണ്. അത് ഞാൻ നിങ്ങൾക്ക് ആൻസർ അയച്ചു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 12, പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി. അതാണ് ഈ ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്, എക്സ് ടി ഗ്രാഫ്. അതിൽ 1 2 3 4 എന്നുള്ള ടൈമിൽ ഓരോരോ പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ, എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ ടി ഈക്വൽ ടു 2 സെക്കൻഡ് ടു ടി ഈക്വൽ ടു 3 സെക്കൻഡ്. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള സമയത്തെ വെലോസിറ്റി കാണണം. അപ്പോൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ 2 മുതൽ 3 സെക്കൻഡ് വരെ ആ പൊസിഷൻ എവിടെ തുടങ്ങി എവിടെ വരെ ചേഞ്ച് ചെയ്തത്? 10 മുതൽ 30 വരെ. അപ്പോൾ വെലോസിറ്റി ആൻസർ നോക്കുക, 30 മൈനസ് 10 ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിലുള്ള ചേഞ്ച് എത്ര? ടൈം ഡ്യൂറേഷൻ 3 മൈനസ് 2. അപ്പോൾ 20 ബൈ 1, അതായത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ബി ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. എക്സ് ടി ക്യൂബ്. ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. ആക്സലറേഷൻ ടൈമും തമ്മിലുള്ള ഇത് കാണാനായിട്ട് നമ്മൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് തന്നേണു. ഇനി ആക്സലറേഷനിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ആദ്യം വെലോസിറ്റി കാണണം. ആ വെലോസിറ്റി എന്താണ്? ഡി എക്സ് ബൈ ഡി ടി. എന്നിട്ട് അതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സലറേഷനായി. അപ്പോൾ എക്സ് ഈക്വൽ ടു 2t ക്യൂബ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമ്മളിത് ഡിഫറൻഷ്യേഷൻ ചെയ്തിട്ടുള്ളത് 3t² ആയി. 3t² ആണ് വെലോസിറ്റി. ഈ 3t² വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അപ്പോൾ ആക്സലറേഷനായി. ആക്സലറേഷൻ ഈക്വൽ ടു dv ബൈ dt എന്ന് എഴുതാം, അല്ലെങ്കിൽ d² x ബൈ dt² എന്ന് എഴുതാം. അതായത് വീനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ അതായത് 3t² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2നെ സൈഡിലേക്ക് എടുക്കുക, അതായത് 3 × 2 6t എന്ന് കിട്ടും. ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്തതും നിങ്ങൾക്ക് നോട്ട്സിൽ അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആക്സലറേഷനിൽ 6t ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആക്സലറേഷനിൽ ടൈം ഉണ്ട്, അതായത് ടൈം അനുസരിച്ച് ആക്സലറേഷൻ മാറുന്നുണ്ട് എന്നാണ് അർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 14, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൻ ബിലോ. വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. നമ്മൾ ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അടുത്ത സ്റ്റെപ്പ് പാരലൽ ആയിരിക്കും. അങ്ങനെ ഞാൻ ആ ഗ്രാഫുകൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിലാണ് ഇങ്ങനെ വന്നത് എങ്കിൽ ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ, അതായത് വെലോസിറ്റി ടൈമിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ പാരലൽ ലൈൻ കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ യൂണിഫോം ആയിരിക്കും. അപ്പോൾ ആൻസർ യൂണിഫോം ആക്സലറേഷൻ എന്നാണ്. ബി ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. സി ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് എത്രയാണ്? വെലോസിറ്റി നമ്മൾ പറയാറുണ്ട്, അത് പോസിറ്റീവ് ആവാം, 0 ആവാം, നെഗറ്റീവ് ആവാം. സ്പീഡ് എപ്പോഴും പോസിറ്റീവേ ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ
വെലോസിറ്റി ബൈ സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റി വേണമെങ്കിൽ നെഗറ്റീവ് ആവാമല്ലോ. അപ്പോൾ വെലോസിറ്റി ബൈ സ്പീഡ് എന്ന് പറയുന്നത് ഒരിക്കലും 1ൽ കൂടുതലാവില്ല. കാരണം വെലോസിറ്റിയും സ്പീഡും ഒന്നുകിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ വെലോസിറ്റി സ്പീഡിനേക്കാൾ കുറവാവാം. ഒരിക്കലും വെലോസിറ്റി സ്പീഡിനേക്കാൾ കൂടില്ല. കാരണം സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കും. കവർ ചെയ്ത ഡിസ്റ്റൻസുകളൊക്കെ എടുത്തിട്ടാണ് സ്പീഡ് കാണുക. ബൈ ടൈം എടുത്തിട്ടാണ് സ്പീഡ് കാണുക. വെലോസിറ്റിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഡിസ്റ്റൻസുമായിട്ട് ഒന്നുകിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ അതിൽ കുറവാവാം. അതുകൊണ്ട് തന്നെ വെലോസിറ്റി സ്പീഡുമായിട്ട് ഈക്വൽ ആവാം, അല്ലെങ്കിൽ കുറവാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റി ബൈ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ ഒരിക്കലും 1ലും കൂടുതൽ പോവില്ല. ഒന്നുകിൽ 1 അല്ലെങ്കിൽ ലെസ് ദാൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 15, അതിൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ O മുതൽ A വരെ, A മുതൽ B, പിന്നെ B മുതൽ C വരെയൊക്കെയുള്ള ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ, വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം ആക്സിലറേഷൻ? അതിൽ ഓരോ പോർഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ O മുതൽ A വരെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്ന് ശ്രദ്ധിക്കണം. O മുതൽ A വരെ എങ്ങനെയാണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് യൂണിഫോം ആക്സലറേഷനാണ് O മുതൽ A വരെ ചോദിച്ചിട്ടുള്ളത്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ഇനി A മുതൽ B വരെ എങ്ങനെയാണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിനെയാണ് A മുതൽ B വരെയുള്ള ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി B മുതൽ C വരെ എങ്ങനെയാണ്? വെലോസിറ്റി യൂണിഫോമായിട്ട് ഡിക്രീസ് ചെയ്യാണ്. അങ്ങനെ വെലോസിറ്റി യൂണിഫോമായി ഡിക്രീസ് ചെയ്യുന്ന പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ, അതായത് യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഇതിലെ ആൻസർ BC. ഇനി B ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം 2 seconds to 7 seconds. 2 മുതൽ 7 വരെ എത്രയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന്. 2 മുതൽ 7 വരെയുള്ള വെലോസിറ്റി എത്രയാണ്? 6 ആണ്. അപ്പോൾ വെലോസിറ്റിയും ടൈമും കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാം? വെലോസിറ്റി ഇൻറ്റു ടൈം, അതായത് 6 ഇൻറ്റു അവിടുത്തെ ടൈം ഇൻ്റർവെല് 5 ആണ്. 2 മുതൽ 7 വരെയല്ലേ, അപ്പോൾ 5. അപ്പോൾ 6 ഇൻറ്റു 5, അതായത് 30. അത്രയും സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ അല്ല, മീറ്ററിലാണ് കൊടുക്കേണ്ടത്. കാരണം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ തന്ന കാരണം ഈ ആൻസറിൽ 30 മീറ്റർ എന്നാണ് ആൻസർ വേണ്ടത്. C ക്വസ്റ്റ്യൻ, ഇതിലത്തെ C നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല. ആവശ്യമുള്ളത് തന്നെയാണ്, എടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല.